ത്രിഫല ചൂർണം കഴിച്ചാലേ വയറ്റിൽ നിന്ന് പോവുള്ളൂ, അല്ലെങ്കിൽ മെഡിസിൻ കഴിച്ചാലേ എനിക്ക് വയറ്റിൽ നിന്ന് പോവുള്ളൂ, അല്ലെങ്കിൽ ശോധന ഒട്ടും ഉണ്ടാവില്ല. ഈ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ എത്ര പേര് കേട്ടിട്ടുണ്ട് അല്ലേ? നമ്മൾ ഫാർമസിയിൽ പോകുമ്പോഴും അല്ലെങ്കിൽ ഡോക്ടർമാർ ചിലപ്പോൾ മെഡിസിൻ തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ത്രിഫല ചൂർണം ആയിരിക്കും, ആയുർവേദം ആയിക്കോട്ടെ അലോപ്പതി ആയിക്കോട്ടെ, ഇതിനു വേണ്ടി മെഡിസിൻ കഴിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അത് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, അത് എന്തുകൊണ്ട് വിടുന്നില്ല, ചിലപ്പോൾ മോർ ദാൻ 10 years കഴിക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പം ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ ശരീരത്തിൽ എല്ലാ ഓർഗൻസിനും അവരുടെ ജോലികളുണ്ട്. ലിവറിന് ജോലിയുണ്ട്, കിഡ്നിക്ക് ജോലിയുണ്ട്, ഹാർട്ടിന് ജോലിയുണ്ട് അല്ലേ? ഈച്ച് ആൻഡ് എവറി ഓർഗൻ ഹാസ് ദിയർ ഓൺ ജോബ് അല്ലേ? അപ്പോൾ ആ ജോലി മറ്റുള്ള ആൾ ചെയ്യുകയാണെങ്കിലോ ഒന്ന് ആലോചിച്ച് നോക്കേ. അതായത് നമ്മളിപ്പോൾ മെഡിസിൻ കഴിച്ചിട്ടാണ് വയറ്റിൽ നിന്ന് പോകുന്നത്. അപ്പോൾ നമ്മുടെ ബോഡി എന്ത് ചെയ്യുന്നുണ്ട്? വയറ്റിൽ നിന്ന് പോകുമ്പോൾ ഒബ്വിയസ്ലി വയറ്റിൽ നിന്ന് പോകുമ്പോൾ ഒരു കുഴപ്പമില്ല, എല്ലാം നോർമലൊക്കെ ശരിയായി. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ നമ്മുടെ ബോഡി ഓട്ടോമാറ്റിക്കലി നമ്മൾ വയറ്റിൽ നിന്ന് പോകണില്ലെങ്കിൽ ബോഡിക്ക് വേറെ എന്തോ പ്രശ്നം ഉണ്ടെന്ന് അർത്ഥം. ചിലപ്പം ഫുഡ് സ്കിപ്പ് ചെയ്തിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഗ്യാസ് കയറിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ അസിഡിറ്റി ആയിരിക്കാം, എന്തെങ്കിലും റീസൺ ഉണ്ടാവും അവിടെ. അപ്പോൾ ഇത് നമ്മൾ മെഡിസിൻ കഴിക്കുമ്പോൾ എന്താ ഉണ്ടാവണമെന്ന് വെച്ചാൽ നമ്മുടെ ബോഡി ആ ഒരു ജോലി, അതായത് ഈ പെരിസ്റ്റാൾസിസ് എന്ന് പറയും, നമ്മുടെ സ്റ്റൂൾസിനെ അത് മൂവ് ചെയ്ത് എന്നിട്ടാണ് നമ്മൾ ബാത്റൂമിലേക്ക് പോകണം എന്നൊരു തോന്നൽ വരുന്നത്. അപ്പോൾ ഈ പെരിസ്റ്റാൾസിസ് മൂവ്മെന്റ് ആണ്, ആ മൂവ്മെന്റ് ബോഡി ചെയ്യുന്നില്ല എന്ത്, നമ്മുടെ മെഡിസിൻ കഴിക്കുമ്പോൾ അല്ലേ? യെസ്. അപ്പോൾ എന്താ ഉണ്ടാവണമെന്ന് വെച്ചാൽ ഈ മെഡിസിൻ കഴിച്ച് ബോഡി ആ ഭാഗം, ആ ജോലി വിട്ടുപോയി, അല്ലെങ്കിൽ ലേസിയായി, അല്ലെങ്കിൽ മടി പിടിച്ചു എന്ന് പറയാം. അതായത് ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ ഓരോരുത്തരും ഒരു ജോലി ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അടിച്ചു വാരുന്നുണ്ട്, ക്ലീൻ ചെയ്യുന്നുണ്ട്. ഒരു സർവൻറ്റ് വന്ന എന്തായി, സർവൻറ്റ് പോയാലും നമ്മൾ ആ ജോലി ചെയ്യാൻ ഒരു മടി കാണിക്കും, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ചെയ്തോട്ടെ ഇന്ന് തോന്നൽ വരും അല്ലേ? അതേമാതിരിയാണ് നമ്മുടെ ശരീരവും. സത്യം, നമ്മുടെ ശരീരം കുറച്ച് ചെറിയൊരു കുട്ടിമാരിയാണ്. അപ്പോൾ ഈ ജോലി അല്ലെങ്കിൽ ഈ പെരിസ്റ്റാൾസിസ് മൂവ്മെന്റ് ബോഡിയോടെ മറക്കുകയാണ്. അതുകൊണ്ടാണ് മെഡിസിനിലേക്ക് നമ്മൾക്കൊരു ഡിപ്പെൻഡൻസ് വരികയാണ്. അവിടെ അഡിക്ഷൻ എന്ന് പറയാൻ പറ്റില്ല, ഒരു ഡിപ്പെൻഡൻസ് വരികയാണ്. അത് ഡിപ്പെൻഡൻ്റ് ആവുമ്പോഴാണ് നമ്മൾ മെഡിസിൻ കഴിച്ചില്ലെങ്കിലും അത് പോകുന്നില്ല എന്ന് പലരും കംപ്ലൈൻറ്റ് പറയണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഡെഫിനറ്റ്ലി ലാക്സേറ്റീവ് കഴിക്കണം, അല്ലെങ്കിൽ വയറ്റിൽ നിന്ന് പോകണേ നല്ല കാര്യമാണ്. അവിടേക്ക് നമ്മൾ വാഷ് ഔട്ട് ചെയ്യണം, നല്ല കാര്യമാണ്. ആഴ്ചയിൽ 1-2 പ്രാവശ്യമൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ മാസത്തിൽ 2-3 വട്ടമൊക്കെ ചെയ്യാം, നോ പ്രോബ്ലം. ഓക്കെ, കംപ്ലീറ്റ്ലി നമുക്ക് വാഷ് ഔട്ട് ചെയ്ത് കളയാം. പക്ഷേ അതൊരു ശീലമാക്കരുത്. ശീലമാക്കി കഴിഞ്ഞാൽ ഒരു കാര്യം 2-3 ദിവസം കൂടുതൽ ചെയ്താൽ അതൊരു ശീലമായി മാറും. ഓക്കെ, അപ്പോൾ അത് ശീലമാക്കരുത്. നിങ്ങൾ മെഡിസിൻ കഴിച്ചോളൂ, അതിനുവേണ്ടി പോകാനുള്ള മെഡിസിൻ കഴിച്ചോളൂ. പക്ഷേ ഒരു ആഴ്ച 2 ആഴ്ചയൊക്കെ കഴിഞ്ഞാൽ നമ്മൾ പോകണില്ലെങ്കിൽ, ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ഡോക്ടറെ കാണിക്കുക, അത് എന്ത് കഴിച്ചിട്ടും എനിക്ക് പോകുന്നില്ല എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അത് ഞാൻ പറയാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഞാൻ ഈ വീഡിയോ ഇട്ടത്. ബിക്കോസ് ഒരുപാട് പേര് മെഡിസിൻ കഴിച്ചാലേ പോകണുള്ളൂ. ചില ആൾക്കാരൊക്കെ ത്രിഫല ചൂർണം 10 വർഷത്തെക്കാട്ടും കൂടുതൽ കഴിക്കുന്നുണ്ട്, 10, 15, 20 വർഷത്തെക്കാട്ടും കൂടുതൽ. എൻഡ് ഓഫ് ദി ഡേ അതൊരു മെഡിസിൻ ആണ്. ഓക്കെ, അപ്പം നമ്മുടെ ശരീരത്തിന് നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കാനൊന്നും പറ്റില്ല, കാരണം അതൊരു വ്യക്തിയല്ല, നമ്മുടെ ശരീരമാണ്. അപ്പോൾ നമ്മൾ ചെയ്ത് കാണിക്കുക എന്നുള്ളതാണ്. ആക്ഷൻ സ്പീക്ക് മച്ച് ബെറ്റർ ദാൻ വേർഡ്സ്.